ഹായ്, ഗുഡ് ഈവനിങ് ഓൾ, അല്ലെ മിഡ് നൈറ്റ് ഓൾ. എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്ന്. കാരണം പലരും പറയും സാർ ഇത് കേട്ടിട്ടേ ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ എന്ന്. അത്രയ്ക്ക് നിങ്ങൾ ഇതിനെ എന്താ പറയുന്നത്, എന്നെയും എൻ്റെ വീഡിയോയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നതിൽ വളരെയധികം അഭിമാനം ഉണ്ട് എനിക്ക്. ഓക്കെ സാറ് വീഡിയോ വന്നിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ എന്ന് പറയുന്ന പലരും ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു. ഓക്കെ, എനിവേ നിങ്ങളുടെ ആ എന്താ പറയുന്നത് കാത്തിരിപ്പിന് ഞാൻ ഒത്തിരി ആഘാതം സൃഷ്ടിക്കാതെ പെട്ടെന്നൊക്കെ പറയും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ, ഡ്രസ്സൊന്നും മാറിയില്ല, അപ്പം തന്നെ എൻ്റെ ഫ്രണ്ടിലിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിലോട്ട് വരാം ഇല്ലേ. ഇന്ന് എന്താ സംഭവിച്ചത്? ഇന്ന് കുറേ ആൾക്കാർക്ക് സംശയങ്ങൾ ധാരാളമുണ്ട്. എന്തുകൊണ്ട് പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്തില്ല? ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഇവിടെ നോക്കാം, വെരി എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നലത്തെ ഒരു എന്താ പറയുക, ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴെ വന്നു, ഒരു ചെറിയ അപ്പ് മൂവ്മെൻറ്റ് വന്ന് മാർക്കറ്റ് ഇവിടെ വന്ന് തന്നെ ക്ലോസ് ചെയ്തില്ലേ. അതിനുശേഷം ഇന്ന് ഈ ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. അതിനുശേഷം നേരെ തിരിച്ച് മോളിൽ പോയി നമ്മുടെ മൂന്നാമത്തെ ടോപ്പിൻ്റെ അവിടെ ഓൾമോസ്റ്റ് എത്തി. ഇതിലിപ്പം എന്തായി, ട്രിപ്പിൾ ടോപ്പായി ഇല്ലേ, ട്രിപ്പിൾ ടോപ്പായി. അപ്പോൾ നമുക്കറിയാം ട്രിപ്പിൾ ടോപ്പിൻ്റെ അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ട് വരും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. ഇത് രണ്ട് സിനാരിയോ നടക്കുന്നില്ലേ. അപ്പോൾ ഞാനിത് 3 ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. ആ ട്രിപ്പിൾ ടോപ്പിൻ്റെ അവിടെ വന്നപ്പം റിസ്കി ട്രേഡേഴ്സേ ഉള്ളൂ. റിസ്കി ട്രേഡേഴ്സിന് ട്രേഡ് ഉള്ളൂ അവിടെ, കാരണം വേറെ ട്രേഡ് എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. റിസ്കി ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു, ഇതിനെ മുകളിലോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അവരുടെ റിസ്കി ട്രേഡേഴ്സ്. ഓക്കെ, ട്രിപ്പിൾ ടോപ്പ് മനസ്സിലാകുന്നവർ ഐഡൻറ്റിഫൈ ചെയ്ത് തരും. അവരെന്തായാലും ട്രേഡ് എടുക്കും. ഇതിന് മുകളിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് എടുക്കും. ഓക്കെ, ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞ് അതിന് ശേഷം ഞാനും ട്രേഡ് എടുത്തു. ഞാൻ എടുത്ത ട്രേഡ് 25,600 ഞാൻ എടുത്തത് 120 രൂപയ്ക്കാണ് ഞാൻ എടുത്തത്. 120 രൂപയ്ക്ക് എടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ട്രേഡ് എടുത്തു. ഇവിടെ ഈ സ്പോട്ടിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ട്രേഡ് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് നേരെ നല്ലപോലെ ഫോള് കിട്ടി. നമുക്ക് മാർക്കറ്റ് ഇവിടം വരെ വന്നു ഇല്ലേ. ഇവിടം വരെ വന്നു. ഏകദേശം ഇതിപ്പോൾ 590, ഏകദേശം ഒരു 60 പോയിൻറ്റ്, ഒരു 60 പോയിൻറ്റിൻ്റെ ഫോള് നമുക്ക് ഇവിടം വരെ കിട്ടി. അപ്പം നമ്മൾ സ്ട്രൈക്ക് എടുത്തത് ATM ആണ് സ്ട്രൈക്ക് എടുത്തത്. അപ്പോൾ എന്തായാലും ഓൺ ആൻ ആവറേജ് 30 പോയിൻറ്റ്, 25 പോയിൻറ്റ്, 20 പോയിൻറ്റ് നമുക്ക് ഇവിടെ കിട്ടണം. എന്തായാലും ഇവിടെ കിട്ടണം ഇല്ലേ. ഞാൻ ഇവിടെ 10 പോയിൻറ്റ് എനിക്ക് കിട്ടിയത് കഷ്ടിച്ചാണ്. ഇവിടെ 10 പോയിൻറ്റ് ഞാൻ ഓർഡർ ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഈ 120 130 ഓർഡർ ഇട്ട് വെച്ചു. അങ്ങനെ എനിക്ക് 130 കുറേ നേരം അങ്ങോട്ട് ആടിക്കളിച്ചാണ് എനിക്ക് 10 പോയിൻറ്റ്, ഇവിടെ എത്തിയപ്പം 10 പോയിൻറ്റ് എനിക്ക് ആകെ കിട്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എല്ലാവർക്കും ഉണ്ട്. പലരും ഇൻബോക്സ്, സാറ് ഞങ്ങളിവിടുന്ന് കറക്റ്റ് എടുത്തു, പക്ഷേ പ്രീമിയം അപ്രീസിയേഷൻ ഇല്ല, ഒന്നും കിട്ടുന്നില്ല, ഒരു പ്രയോജനം ഉണ്ടായി പോയില്ല എന്ന് പലരും മെസ്സേജ് അയച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്താ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് വിക്സ്. നമ്മൾ വിക്സിനെ നോക്കാം. ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്, ഓൾറെഡി ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ആ സമയം കൂടെ നോക്കിയേക്കാം. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാര്യം മനസ്സിലാകണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ 9:50 അല്ലേ, 9:55 സമയത്താണ്. നമുക്ക് നോക്കാം വിക്സ് എപ്പോഴാണ്. നമുക്ക് ഇവിടെയാണ് 9:50. ഓക്കെ, മാർക്ക് ചെയ്ത് തരാം. 9:50 എന്ന് പറയുന്നത് ഇവിടെയാണ് 9:50. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വിക്സ് എന്ത് സംഭവിച്ചത്? വിക്സ് ഇവിടെ ക്രാഷായി കണ്ടോ. ഈ വിക്സ് ക്രാഷായി കഴിഞ്ഞപ്പോൾ എന്തായി? വിക്സ് ക്രാഷാകുന്നതനുസരിച്ച് നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രീമിയം എന്ത് ചെയ്യും? ഉരുകാൻ തുടങ്ങും. പ്രീമിയം ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വിക്സ് കുറയുന്നതിനനുസരിച്ച് പ്രീമിയം ഡിപ്രീഷിയേറ്റ് ചെയ്യും. വിക്സ് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്യും. ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവർക്ക് വിക്സിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക വിക്സിനെ പറ്റി. ഓക്കെ, ഞാനിതിൻ്റെ ഐ ബട്ടൺ ഞാൻ ആ വീഡിയോ കൊടുത്തേക്കാം. നിങ്ങൾ സമയമുള്ളവർ, അറിയാൻ വയ്യാത്തവർ നിങ്ങളത് കാണും. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇതായിരുന്നു ആൻസർ. ഏകദേശം 2-3%, ഒരു 3-3.5% വിക്സ് ഫോൾ ആയതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിരുന്ന പ്രീമിയം അവിടെ എന്ത് ചെയ്യില്ല, അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്നതിന് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രീമിയം കൂടാത്തതിൻ്റെ ഗുണം കിട്ടാത്തതിൻ്റെ കാര്യം. അത് ഗുണം കിട്ടിയില്ലെന്നുള്ളതല്ല, പക്ഷേ വിചാരിച്ച പോലുള്ളൊരു ഗുണം നമുക്ക് കിട്ടിയില്ല. ഓക്കെ, ഇവിടെ 120 ശേഷം 115 വരെ പോയായിരുന്നു. 115 ശേഷം ഇവിടെ 133 വരെ വന്നായിരുന്നു. അത്രേ ഉള്ളൂ. എന്നാലും മാക്സിമം 18 പോയിൻറ്റ് കൂടുതൽ ഇവിടുന്ന് ഇവിടം വരെ കിട്ടിയില്ല.
അപ്പം ഇതാണ് അതിൻ്റെ ആധികാരികമായുള്ള കാരണം. അതിനുശേഷം എന്താ സംഭവിച്ചു? ഓക്കെ, ആ കാര്യം കഴിഞ്ഞല്ലോ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ കൺസോളിഡേഷൻ ആയിരുന്നു. മാർക്കറ്റ് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു മേൽഗതി ഉണ്ടാകാത്ത രീതിയിലായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റികളുണ്ടായിരുന്നു. നമ്മുടെ ഈ ലൈൻ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ആ ലൈനിൽ തന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുന്നവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. ഇതൊരു റിജക്ഷൻ ആയിരുന്നു അല്ലേ? ഈ റിജക്ഷനിൽ ട്രേഡ് എടുത്തവർക്ക് കിട്ടി. പക്ഷേ ഈ റിജക്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമുക്കൊരു സപ്പോർട്ടുള്ള റെസൻസിലോ അല്ല ഈ റിജക്ഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആരെടുക്കുന്നത്? റിസ്കി ട്രേഡേഴ്സാണ് എടുക്കുന്നത്. റിസ്കി ട്രേഡേഴ്സ് മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. കാരണം ബിഗിനേഴ്സ് ഒരിക്കലും ഈ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ റിജക്ഷൻ എവിടെ വരണം? ഇവിടെ വരണം. ഈ ഏരിയയിൽ വരണം ആ റിജക്ഷൻ. എന്നെങ്കിൽ മാത്രമേ ഈ സപ്പോർട്ട് റേഞ്ചിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബിഗിനേഴ്സിന് ഒരു ട്രേഡ് ഉള്ളൂ. അപ്പം നമ്പർ 1 ഇവിടെ. അപ്പം അതിനൊരു അപ്രിസിയേഷൻ 10 പോയിന്റ് കിട്ടിയവർക്ക് കിട്ടിക്കാണും, 10 പോയിന്റ് എടുത്തവർക്ക് ഇവിടെ കിട്ടിക്കാണും, 10-12 പോയിന്റ് കിട്ടിക്കാണും. ഓക്കെ, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് അടുത്ത വീണ്ടും വന്നു, ഒരു താഴോട്ട് ഒരു ഫോള് കിട്ടി. അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തവർ വീണ്ടും ഇവിടുത്തെ ഈ ട്രേഡ് ഇവിടെ കഴിഞ്ഞു അല്ലേ? ഈ കഴിഞ്ഞു വീണ്ടും ഒരു ചെറിയൊരു ഫോൾ വന്നു. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ട്രേഡ് എടുക്കുമെന്ന് അറിയത്തില്ല. കാരണം ഇവിടുന്ന് അല്ലെങ്കിൽ ഇതൊരു റീടെസ്റ്റ് എന്ന് കൺസിഡർ ചെയ്ത് ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ എടുത്തവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം അത് പെർഫെക്റ്റ് എൻട്രിയൊക്കെ കറക്റ്റാണ്. റിജക്ഷൻ ഉണ്ട്. വലുതാക്കി കാണിക്കുക. ഒരിക്കലും എടുത്തവരെ കുറ്റം പറയത്തില്ല. എന്ന് വെച്ചാൽ പറയത്തില്ല. അത് ഉള്ള കാര്യമല്ല, പറയേണ്ടതല്ലേ. ഈ റിജക്ഷൻ നിങ്ങളെടുത്തു, ഇത് റിസ്കി ട്രേഡേഴ്സിന് മാത്രമുള്ള ട്രേഡാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പോയി 10-15 പോയിന്റ് നിങ്ങൾ കിട്ടി, ബുക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു റീടെസ്റ്റ് പോലെ ഇവിടെ വന്നു അല്ലേ? റീടെസ്റ്റ് വന്നു അല്ല, അതിനുശേഷം ഇവിടെ റിജക്ഷൻ വന്നു. അപ്പോൾ ഈ ക്യാൻഡിൽ കയറിയ ആൾക്കാർ കാണും. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇത് കയറിയ ആൾക്കാർ കാണുമായിരിക്കാം. ഓക്കെ, ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. കാരണം എന്താ? അവർ കുറേ നേരം മാർക്കറ്റ് ആടിക്കളിച്ചു. അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചു. ഇവിടം വരെ പിടിച്ചു നിന്ന് കഴിഞ്ഞാലും ഇവിടെ എന്തായാലും അടിച്ചു കാണും. അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് താഴെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ ന്യായം പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ സമർത്ഥിക്കാം, എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല എന്ന് എനിക്ക് സമർത്ഥിക്കാം. എന്താ കാര്യം? ഞാൻ കാണിച്ചു തരാം കറക്റ്റ് കാര്യം. നോക്കിക്കേ, ഈ ലൈൻ നോക്കുവാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടോ? നമ്മളെങ്ങനെ സ്റ്റോപ്പ് ലോസ് കണക്കാക്കുന്നത്? ക്ലോസിംഗ് ബേസിസിലാണ് സ്റ്റോപ്പ് ലോസ് കണക്കാക്കുന്നത് ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടോ. ഈ റിജക്ഷനിൽ എവിടെയാണ് റിജക്ഷൻ? ഈ റിജക്ഷനെ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടോ? ഇല്ല. ഓൾറെഡി അതിൻ്റെ മുകളിലാണ് എല്ലായിടും ക്ലോസിങ് വന്നിരിക്കുന്നത് ഇല്ലേ? അപ്പോൾ ഒരു വാദത്തിന് വേണമെങ്കിൽ, എനിക്ക് ജയിക്കാൻ വേണ്ടിയോ ഞാൻ പറഞ്ഞ് ശരിയാണ് സമർത്ഥിക്കാൻ വേണ്ടിയോ എനിക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം, ഓക്കെ ഇത് നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും. കാരണം ഈ വിക്സിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും സ്റ്റോപ്പ് അടിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒരു തർക്കവും. ഓക്കെ, അപ്പം ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് സമ്മതിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഞാൻ സമ്മതിക്കുന്നു അവർ സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് പരാജയമായി. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇത് പോയി. ഓക്കെ, അതിനുശേഷം അടുത്ത റിജക്ഷൻ വന്നു. ഈ റിജക്ഷൻ പെർഫെക്റ്റ് എൻട്രിയാണ്. കാരണം എന്താ? നമ്മുടെ ലൈനിൽ തന്നെയാണ്, നമ്മുടെ ആ വരച്ച ലൈനിൽ തന്നെയാണ് റിജക്ഷൻ വന്നിരിക്കുന്നത്. ഇതിന് ഈ റിജക്ഷനിൽ എൻട്രി എടുത്തവർക്ക് അവർക്കും കിട്ടിക്കാണും ഒരു 10 പോയിന്റ്. കാരണം ഈ സമയത്തൊക്കെ എന്താണ് വിക്സ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് നോക്കാം. ആ സമയത്ത് വിക്സ് കൺസോളിഡേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കയറ്റത്തിലൊക്കെ നമുക്ക് പ്രീമിയം അപ്രിസിയേഷൻ കിട്ടിക്കാണും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് അപ്രിസിയേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിജക്ഷനിൽ ട്രേഡ് എടുത്തവർക്ക് ഇവിടെ ഒരെണ്ണം കിട്ടി. നമ്മൾ ഇവിടെ നിന്നാണല്ലോ പറഞ്ഞു വന്ന് ലൈൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പാസ്സായി, ഇതിൽ നമ്മൾ പരാജയപ്പെട്ടു, ഇതിലും പാസ്സായി ഇല്ലേ? കാരണം എന്താ? ഈ റിജക്ഷൻ എടുത്തവർക്ക് ഇവിടെ വരെ കിട്ടിക്കാണും, നല്ല അപ്രിസിയേഷൻ എന്തായാലും കിട്ടിക്കാണും, ഉറപ്പാണ്. അതിനുശേഷം വീണ്ടും റിജക്ഷൻ വന്നു. ഈ റിജക്ഷൻ എടുത്തവർക്കും അപ്രീസിയേഷൻ കിട്ടിക്കാണും. ഇനി വേറൊരു കാര്യം, അടുത്തൊരു സംശയം ചോദിച്ച കാര്യം, സാർ ഇപ്പം ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നു. ഈ റിജക്ഷൻ വന്ന് ഇവിടെ ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡ് ആയാലും ഇതിനെ റിജക്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ ഒരിക്കലും, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ റെഡാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് റിജക്ഷനാണ്, പ്യുവർ റിജക്ഷനാണ്. നമുക്കിവിടെ നമ്മളിവിടെ ഇങ്ങനെ റിജക്ഷൻ വരുമ്പോൾ ഇത് റെഡാണോ ഗ്രീൻ ആണോ നിങ്ങൾ നോക്കണം. ഡസൻറ്റ് മാറ്റർ, ഒരു വിഷയമുള്ള കാര്യമല്ല, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇവിടുന്ന് ക്ലിയർ റിജക്ഷനാണ്. ഇവിടെ റെഡോ ഗ്രീനോ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? 0.001 ബയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും.
001 സെല്ലർ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈന് റെഡ് ആയിരിക്കും. അത്ര മാത്രമുള്ള വ്യത്യാസം. അവിടെ തുല്യ ശക്തികളായിരിക്കും. തുല്യ ശക്തികളല്ല, ഇവിടെ ബയേഴ്സിനാണ് ആധിപത്യം വളരെ കൂടുതൽ. കാരണം എന്താ, ഇത്രയും താഴെ പോയ സാധനത്തെ വലിച്ചവർ മേളിൽ കയറ്റിക്കൊണ്ട് വന്നു അല്ലേ. അപ്പോൾ അവിടെ ഒരു ബൈങ് പ്രഷർ ആക്റ്റീവായി. അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പം ഈ ട്രേഡ് സക്സസ് ആയി. ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സാമ്പിൾ ഉണ്ടല്ലോ, എക്സാമ്പിൾ ഇവിടെ നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ. ഇവിടെ നോക്കിക്കേ, ഈ റിജക്ഷൻ പാസ്സായി. ഈ റിജക്ഷൻ റെഡാണ് വന്നിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോയി. എന്തുകൊണ്ടാണ് കാര്യം? ഇവിടെ നോക്കിക്കേ, ഇത്രയും ഇവിടെ താഴെ വരെ പോയ മാർക്കറ്റ് അല്ലേ, അതിനെ ബയേഴ്സ് ആക്റ്റീവായി മേളിൽ കൊണ്ട് റിജക്റ്റ് ചെയ്ത് മേളിൽ കൊണ്ട് എത്തിച്ചു, ഉന്തി തള്ളി മേളിൽ കൊണ്ടെത്തിച്ചു ഇല്ലേ, മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ചെറിയൊരു ട്രേസ്മെൻറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് നേരെ മേലോട്ട് കയറിപ്പോയി. അപ്പം ഇവിടെ റെഡ് എന്നോ ഗ്രീൻ എന്നോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആ റിജക്ഷൻ്റെ സ്ട്രെങ്ത് ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇൻറ്റൻസിറ്റി, ഇതൊക്കെയാണ് നമ്മൾ അവിടെ വാച്ച് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ കാര്യം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും എൻ്റെ ഓരോ വൈകുന്നേരത്തെ വീഡിയോക്കകത്തിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ്. കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, കൃത്യമായി വീഡിയോ കണ്ട് അത് ഫോളോ ചെയ്യാനും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യത്തിൽ അത് നിങ്ങൾ കുറേ ആൾക്കാരുടെ സംശയങ്ങൾ ദൂരീകരണം ഉണ്ടായി കാണും, ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിരന്തരമായിട്ട് പഠിക്കുക. ഓക്കെ, ഓരോ കിട്ടുന്ന അവസരങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തെ മാർക്കറ്റ് നോക്കാം. നാളത്തെ മാർക്കറ്റ് എന്താ സംഭവിച്ചേ, ഞാൻ പറഞ്ഞു ഇന്നലെ. ഓക്കെ, മാർക്കറ്റ് ഇതിന് മുകളിൽ നമ്മുടെ സപ്പോർട്ട് 25,476 എങ്കിലും സൈക്കോളജിക്കൽ സപ്പോർട്ട് 25,000 മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്സൈഡിനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈനിൻ്റെ മുകളിലാണ് അല്ലേ. 25,529 541 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 541 പറയുമ്പോൾ ഏകദേശം ഇവിടെയാണ്, നമ്മുടെ ലൈനിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി എന്താണ് സംഭവിക്കുന്ന ആളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ലൈനൊന്നും മാറ്റമില്ല. ഈ ലൈൻ നമ്മൾ മാറ്റാൻ നമുക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഒരു ശകലം വേണമെങ്കിൽ ഒന്ന് മാറ്റിയേക്കാം, ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഇത്രയും മതി. ഓക്കെ, ഇതാണ് ഒന്നുകൂടെ കറക്റ്റ്, ഇത്രയും മതി. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നാളെ ഒരു ടെമ്പററി ലൈൻ കൂടെ വരയ്ക്കണം. ഇതാണ് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ലൈൻ. ഓക്കെ, ഈ വര 1, 2, 3 ഈ വര ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും വരും. കണ്ടോ, ഇവിടെയും വരും, ഇവിടെ വരെ വരും ആ ലൈൻ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് നാളെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കുക, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അതോ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. എന്നിട്ട് ആ സൈഡിലോട്ട് ട്രേഡ് നോക്കുക. 25,597 കടന്നു കിട്ടിയാൽ മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 25,650 കടന്നു കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് നടക്കും. 25,650 കടന്നെങ്കിലേ ഷോർട്ട് കവറിങ് നടക്കത്തുള്ളൂ. 25,597 കടക്കുകയാണെന്നുണ്ടെങ്കിൽ, കടന്നൊരു 15 മിനിറ്റ് നേരമൊക്കെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ബുള്ളിഷ് മൊമെൻറ്റ് കാണും, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സലിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ വളരെ കൃത്യമായിട്ട് തോന്നുന്നു. ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയാലും പ്രൈസ് ആക്ഷൻ കൃത്യമായിട്ട് ഈ ലൈൻ ഇവിടെ എന്താ സംഭവിക്കുക നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. നാളെ നിലവിലത്തെ സാഹചര്യം വെച്ചാൽ നാളെ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിഫ്റ്റി ഏകദേശം ഒരു 30 പോയിൻ്റൊക്കെ പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡൗ ജോൺസ് ഒക്കെ പറക്കുകയാണ്, 400 പോയിൻ്റൊക്കെ അപ്പിലാണ് പിന്നെ ഡൗ ജോൺസ് നിൽക്കുന്നത്. പക്ഷേ നാസ്ഡാക്ക് ഡൗൺ ആണ്. അപ്പം IT സെക്ടർ നാളെ പിന്നോട്ട് വലിക്കും. അപ്പം അത് പിന്നെ നമ്മുടെ നിഫ്റ്റിക്ക് പ്രശ്നമാണ്. ഓക്കെ, അപ്പം അതേസമയം നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്നത് എപ്പോഴാണ് 90 പോയിൻ്റ്, ഏകദേശം ഒരു 30-40 പോയിൻ്റ് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, 597-നും 552-നും ഇടയ്ക്ക് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിലത്തെ അനുസരിച്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് പ്രൈസ് ആക്ഷൻ നടക്കുന്നു, ഇവിടെ വന്ന് താഴെ വന്ന് തട്ടി നേരിട്ട് പോവോ അല്ലെങ്കിൽ ഇവിടെ വന്ന് തിരിച്ച് റിജക്ഷൻ വരുമോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, കാരണം നമ്മളെ ഇന്ന് കൊണ്ടുപോയത് തിരിച്ച് ഒരു എന്താ പറയുന്നത്, ഇന്ന് ബാങ്ക് നിഫ്റ്റി നല്ല ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബുള്ളിഷ് സെറ്റപ്പിലായി. പക്ഷേങ്കിൽ നിഫ്റ്റി അതിനനുസരിച്ച് പെർഫോം ചെയ്തില്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം എന്താ സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റി നമ്മുടെ ലൈനൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, നല്ല കൃത്യമായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വര ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. വര നമുക്ക് കുറച്ച് മേലോട്ട് ഉണ്ട്, കാരണം ഇത് 2 പ്രാവശ്യം അവിടെ റെസ്പെക്റ്റ് ചെയ്ത് വരാം. നമുക്കിതാണ് നമ്മളുടെ വര. ഓക്കെ, അപ്പം ഇതിനകത്ത് മാർക്കറ്റ് ഇവിടെ W പാറ്റേണൊക്കെ ഫോം ചെയ്താണ് റിജക്ഷനായിട്ട് വന്നേക്കുന്നത്. അപ്പം ഇതിന് മുകളിൽ ഈ 57,521 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
മുകളിലോട്ട് പോകുക, അങ്ങനെയാണെങ്കിൽ 762 കാണാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നാളത്തെ സെറ്റപ്പ് എങ്ങനെയാണ്? നാളെ ഒരു കാര്യം ഞാൻ പറയാം, നാളെ എഴുതി കാണിക്കാം. നാളെ HDB ബാങ്ക്, നമ്മുടെ HDFCയുടെ സബ്സിഡറി ആയിട്ടുള്ള ബാങ്ക് HDB നാളെ ലിസ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കും? ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞു തന്നു. HDB വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു 7 to 10% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെല്ലിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരും ഈ ലിസ്റ്റിംഗ് ഗെയിൻ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ HDB താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് താഴെ വരുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ യുക്തം പോലെ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ HDFCയിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. HDFCയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 2000 അതിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, 2000 നിലനിർത്താൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ മാർക്കറ്റിന് HDFC മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉള്ളൂ. അപ്പോൾ അതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം HDFC എന്ത് ചെയ്യും. HDFC അത് നോക്കാം. HDFC നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അത് ഇങ്ങനെ ആടി കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ 2008 2011 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2000 എന്നുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ 2000 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു സെല്ലിംഗ് 2000 താഴെ പോയി ഈ 1993 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ് നടക്കാനുള്ള സാധ്യത HDFCയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീഴും. ഇന്ന് ആക്സിസ് ബാങ്ക് കുറേ ദിവസം ഇന്നലെ ഇന്നുമായിട്ട് ആക്സിസ് ബാങ്ക് നല്ലപോലെ ഫോൾ ആകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ICICI ഓൾ ടൈം ഹൈ ആണ്, ആലോചിക്കണം. ICICI അതിൻ്റെ കൂടെ തന്നെ ചേരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പം ഇത് നിങ്ങൾ ഈ നാളെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ കൃത്യമായിട്ട് HDFCയും ICICIയും നിങ്ങൾ നോക്കുക, ആക്സിസിൻ്റെയും നോക്കുക. അപ്പോൾ ഇനി ഒരു ഫോളോടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പം ഇതിനെ ഇത്രയും ഇത് നോക്കിയിട്ട് ഈ സെക്ടറല്ല ഈ സ്റ്റോക്കുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത് ഒരു ട്രേഡിനെ പറ്റി തീരുമാനിക്കാൻ. ഓക്കെ, അടുത്തത് നമ്മളുടെ മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിൽ നല്ല സൂപ്പർ ട്രേഡ് ഉണ്ടായിരുന്നു ഇന്ന്, വെരി സൂപ്പർ ട്രേഡ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഗ്രൂപ്പ്, ഞാൻ പോലും കാണാത്ത കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇന്നലെ ക്രിയേറ്റ് ചെയ്തൊരു ഡബിൾ ബോട്ടം ആയിരുന്നു ഇതില്ലേ. ഇവിടെ വന്നൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു. അതേ പോയിന്റ് തന്നെ വീണ്ടും ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഈ ഡബിൾ ബോട്ടം കണ്ട് ട്രേഡ് എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി കാണും. ഇവിടുന്ന് വീണ്ടും 100 പോയിന്റ് 324 421 100 പോയിന്റ് ഇവിടുന്ന് ഈ ഡബിൾ ബോട്ടത്തിൽ നിന്ന് ഒരു 100 പോയിന്റ് കൃത്യമായിട്ട് റാലി ചെയ്തു. അപ്പോൾ നാളെ ഇനി വീണ്ടും നോക്കുക, ഇത് ഇവിടെ തട്ടി തിരിച്ചു വരുമോ, ഇത് ബ്രേക്ക് ചെയ്ത് പോകുമോ എന്നുള്ളത് നാളെ നിങ്ങൾ നോക്കുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ആവശ്യമുള്ള ഒത്തിരി ലോട്ടൊന്നും എടുത്ത് ചെയ്യാതെ ചെറിയ ലോട്ടുകൾ ചെയ്യുക. 1-2 ലോട്ടുകളൊക്കെ ചെയ്ത് ഒരു കൺസിസ്റ്റൻസി വരുന്നതിന് ശേഷം മാത്രം വലിയ ലോട്ടുകളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ന്യായം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക, ന്യായം പാലിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ പറഞ്ഞ് ഒത്തിരി നീട്ടുന്നില്ല. അപ്പം നമ്മുടെ 1 വർഷം തികഞ്ഞു. നമുക്ക് നാളെ ജൂലൈ 2 ഞങ്ങളിത് കാണുന്നെങ്കിൽ ഇന്ന് നമുക്ക് മിഡ് ക്യാപ്പ് ഡോക്ടർ 1 വർഷം തികഞ്ഞു. അപ്പോൾ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളാരും കണ്ടില്ല, എനിക്കറിയാം. അതിന് താല്പര്യമില്ല, കാരണം ഇത് ഗുണമുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആരും കണ്ടിട്ടില്ല. എനിവേ നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞ എൻ്റെ ഒരു കടമ ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണണം നിർബന്ധമൊന്നുമില്ല. അപ്പം എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ സപ്പോർട്ട് നാളെയും തുടരണം, എന്നും കാണണം. ഓക്കെ, ഈ സ്നേഹം എന്നും കാണണം. അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റ് ആശംസിക്കുന്നു. താങ്ക് യു.